നന്ദിയുള്ള അടിമകളെ കുറിച്ച് ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് ഒരുപാട് ചരിത്രങ്ങൾ വായിക്കാൻ കഴിയുമല്ലോ, ഒരുപാട് സംഭവങ്ങൾ വായിക്കാൻ കഴിയുമല്ലോ, ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം അല്ലാഹു പറഞ്ഞു തരുന്നുണ്ടല്ലോ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ചില അടിമകളെ കുറിച്ച് പറഞ്ഞു തരികയാ. അല്ലാഹു ചില അടിമകളുടെ പേര് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു ആ അടിമ നന്ദിയുള്ള അടിമയാണെന്ന്, ആ അടിമ നന്ദിയുള്ള അടിമയാണെന്ന്. അല്ലാഹു തന്നെ വിശുദ്ധമായ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയ ചില അടിമകളുണ്ട്. ആരാണ് ആ അടിമയെന്നറിയുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ശൈഖുൽ അംബിയാ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ പ്രവാചകനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബിയുടെ ചരിത്രം പറയുമ്പോ അല്ലാഹു പറയുകയാണ്, ദുർരിയത മൻ ഹമൽനാ മഅ നൂഹ് ഇന്നഹു കാന അബ്ദൻ ശകൂറാ. നൂഹ് എന്ന് പറയുന്ന പ്രവാചകന്റെ ചരിത്രം പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, നൂഹ് നന്ദിയുള്ള അടിമയാണ്, നൂഹ് നന്ദിയുള്ള അടിമയാണ്. നൂഹ് നബിയുടെ പേര് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, ഇന്നഹു കാന അബ്ദൻ ശകൂറാ. യഥാ നൂഹ് എന്ന് പറയുന്ന പ്രവാചകൻ നന്ദിയുള്ള അടിമയാണെന്ന് അല്ലാഹു തന്നെ പറയുമ്പോ നിങ്ങൾ നൂഹ് നബിയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കടോ. ആ നൂഹ് നബിയുടെ ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിയുന്ന, എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ കഴിയുന്ന ഒരു വലിയ മാതൃക എന്തെന്നറിയുമോ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു നന്മ ഏതെന്നറിയുമോ? നൂഹ് നബിക്കൊരു പ്രത്യേകതയുണ്ട്, നൂഹ് നബിക്കൊരു പ്രത്യേകതയുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം എന്ത് ചെയ്താലും പറയുമായിരുന്നു, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ, അവിടുന്ന് വെള്ളം കുടിച്ചാൽ, അവിടുന്ന് ഒരു വസ്ത്രം ധരിച്ചാൽ, പടച്ചവനെ എന്ത് ചെയ്താലും മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പറയുമായിരുന്നു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കുമായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, നൂഹ് എന്ന് പറയുന്ന പ്രവാചകൻ നന്ദിയുള്ള ഒരടിമയാണ്. ആ നൂഹ് നബിയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. ആ നൂഹ് നബിയുടെ ജീവിതത്തിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ കഴിയുന്ന ഒരു നന്മ എന്താ? നൂഹ് നബിയുടെ ഒരു പ്രത്യേകത, എന്ത് ചെയ്താലും നൂഹ് നബി പറയും അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാവർക്കും സുഖമാണോ? സുഖമാണോ? തുടക്കവേ പോയി. ഞാൻ എന്താ പറഞ്ഞേ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത, നൂഹ് നബി എന്തു പറയുമായിരുന്നു? നൂഹ് നബി എന്തു പറയായിരുന്നു? നിങ്ങളോട് സുഖമാണെന്ന് വെച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ മറുപടി എന്താ? അല്ലാഹ് നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. സുഖമാണോ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടിയാണ് പറയണ്ടേ? സുഖമാണെന്നോ? സുഖമാണെന്നാണോ? മഹാനായ നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മസ്ജിദ് നബവിയിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരു സഹാബി പള്ളിയിലേക്ക് നിസ്കരിക്കാൻ കയറി വന്നു. നബി തങ്ങൾ ആ സ്വഹാബിയോട് ചോദിച്ചു, യാ ഫുലാൻ, ചങ്ങാതി നിനക്ക് സുഖമാണോ? നിങ്ങളുടെ പള്ളിയിലെ ഖത്തീബ് കാണുമ്പോൾ ചോദിക്കും, ഹാജിയാരെ കാക്ക നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നത് പോലെ നബി തങ്ങൾ ആ സ്വഹാബിയോട് ചോദിച്ചു, സുഖമാണോ? ആ സ്വഹാബിയുടെ മറുപടി, അൽഹംദുലില്ലാഹ് ഖൈർ, അൽഹംദുലില്ലാഹ് എനിക്ക് റാഹത്താണ് നബിയെ. ആ ഒരു മറുപടി കേട്ടപ്പോൾ നബി തങ്ങൾ ഒരൊറ്റ ദുആ, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. രണ്ടാമത് തൊട്ടുപുറകിൽ ഒരാൾ കയറി വന്നു. ആ സ്വഹാബിയോട് നബി തങ്ങൾ ചോദിച്ചു, ഇതേ ചോദ്യം നിനക്ക് സുഖമാണോ? ആ സ്വഹാബി പറഞ്ഞു, ഖൈർ എനിക്ക് റാഹത്താണ് നബിയെ, സുഖമാണ് നബിയെ. അപ്പം നബി തങ്ങൾ ചിരിച്ചു, ഒന്നും മിണ്ടിയില്ല. അപ്പം ഈ സഹാബി തന്നെ ചോദിച്ചു, എനിക്ക് ബർക്കത്തില്ലേ, എനിക്ക് ദുആയില്ലേ? അദ്ദേഹത്തോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് എന്നോട് ചോദിച്ചത്. അദ്ദേഹത്തിന് വേണ്ടി ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തു, എനിക്കെന്തേ നബിയെ ദുആയില്ലേ?
അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇനി പറ, സുഖമാണോ? നല്ലപോലെ പറ, സുഖമാണോ? ഇതാ വേണ്ടത്. ഈ ഒരു ഗുണമാണ് നമുക്ക് നമ്മുടെ നാവിൽ അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. പക്ഷെ എല്ലാവർക്കും പറയാൻ പറ്റൂല. അത് എല്ലാവർക്കും പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. എല്ലാവരുടെ നാവിൻ്റെ തുമ്പിൽ അങ്ങനെ വരൂല. എല്ലാവരുടെ നാവിൻ്റെ തുമ്പിലും അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഒരു ഗുണമുണ്ടാകില്ല. അതിന് അള്ളാഹ് തന്നെ ഇഷ്ടപ്പെടണം. അള്ളാഹ് ഇഷ്ടപ്പെട്ടവരുടെ നാവിൻ്റെ തുമ്പിലൂടെ മാത്രമേ ചില വാക്കുകൾ വരൂ. അതിൽപ്പെട്ട ഒരു വാക്കാണ് അൽഹംദുലില്ലാ എന്ന് പറയുക. അത് എല്ലാവർക്കും ജീവിതത്തിൽ, ഇപ്പം ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലും പ്രയാസമുണ്ട്. നിങ്ങളെല്ലാവരും സിറാജിൻ്റെ വഅദ് കേൾക്കാൻ വന്നതാണോ? എനിക്കറിയാല്ല. ഇന്ന് വഅദിൻ്റെ അവസാനത്തെ ദിവസമായതുകൊണ്ട് ഇന്നത്തെ ദുആയാണ് നിങ്ങളുടെയൊക്കെ ആവശ്യം. നമ്മളെല്ലാവരും ദുആ പ്രതീക്ഷിച്ചു വന്നവരാ. അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ സന്തോഷമുണ്ടാകും, ദുഃഖമുണ്ടാകും, പ്രയാസങ്ങളും ജീവിതത്തിൽ പലതും കടന്നു വരും. ആ കടന്നു വരുന്ന സമയത്ത് ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും നമുക്ക് അൽഹംദുലില്ലാ പറയാൻ കഴിയണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം എല്ലാവരും അൽഹംദുലില്ലാ പറഞ്ഞേ, അൽഹംദുലില്ലാ പറഞ്ഞേ. എല്ലാവർക്കും റാഹത്തല്ലേ? ജീവിതമൊക്കെ റാഹത്തല്ലേ? ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? കുടുംബജീവിതമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ പറയാൻ പഠിക്കണം. അത് ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും. ഇവിടെ ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും. SLC പരീക്ഷയുടെ റിസൾട്ട് വന്നു, ഓടിച്ചെന്നു, നോക്കുമ്പോൾ തോറ്റുപോയി. എന്തു പറയണം? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? SLC പരീക്ഷയുടെ റിസൾട്ട് വന്നു, പോയി നോക്കിയപ്പോൾ എന്തുണ്ട്? A+ ഒന്നുമില്ല, തോറ്റുപോയി. എന്തു പറയണം? അൽഹംദുലില്ലാ. നാളെ രാവിലെ ജോലിക്ക് പോയപ്പോൾ മുതലാളി പറയുന്നു, ഇന്ന് മുതൽ ഇന്ന് നിന്റെ ലാസ്റ്റ് ദിവസമാ, ഇന്നത്തോടെ ശമ്പളം വാങ്ങിച്ചിട്ട് നീ പൊക്കോണം. അപ്പം നീ എന്തു പറയണം? നെഞ്ചത്തടിച്ച് കരയണല്ലേ? ഓടാ ചങ്ങാതി, നീ ഇല്ലെങ്കിൽ അടുത്ത ജോലി. എൻ്റെ മനസ്സ് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും അത് എല്ലാവർക്കും പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അസ്റായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അതാ റൂഹ് പിടിച്ചിട്ട് തിരിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് മടങ്ങി ചെല്ലുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് ചോദിക്കുകയാണ്, അവൻ്റെ കരളിൻ്റെ കഷ്ടത്തിനെ പിടിച്ചു കൊണ്ടുവന്നപ്പോ അവൻ എന്താണ് പറഞ്ഞതെന്ന് പടച്ച റബ്ബ് മലക്കുകളോട് ചോദിക്കുമ്പോ ആ മലക്കുകൾ പോലും അള്ളാഹുവിനോട് അത്ഭുതത്തോടെ പറയുന്നു, അവൻ്റെ പൊന്നാര മകൻ മരിച്ചു പോയപ്പോഴും അവൻ അല്ലാ നിന്നെ സ്തുതിക്കുന്നു റബ്ബേ എന്ന് അള്ളാഹുവിനോട് മലക്കുകൾ പറയുമ്പോ അൽഹംദുലില്ലാ പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം കേൾക്കണോ? എടോ, ജീവിതത്തിൽ എന്ത് പ്രയാസമാകട്ടെ, എത്ര വലിയ പ്രതിസന്ധിയാകട്ടെ, എന്തെല്ലാം സങ്കടങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും നിന്റെ നാവ് കൊണ്ട് പറയണം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുകയാണ്, സ്വർഗത്തിലൊരു വീട് പണിയാൻ, സ്വർഗത്തിലൊരു കൊട്ടാരം പണിയാൻ. എന്നിട്ട് അള്ളാഹു പറയുന്നു, ആ സ്വർഗത്തിന്റെ ആ കൊട്ടാരമുണ്ടല്ലോ, ആ വീടിന്റെ പേരെന്തെന്നറിയുമോ? ബൈത്തുൽ ഹംദ് എന്നാ വീടിന് പോലും പേര് വെക്കുമെന്ന് നബി തങ്ങൾ പറയുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, സങ്കടമില്ലാത്ത ആരുമില്ല. ഒരുപാട് പ്രയാസങ്ങളും നീറുന്ന ഹൃദയത്തോടെയാണ് പലരും ഇവിടെ ഇരിക്കുന്നത്. എല്ലാത്തിനും ഒരു പരിഹാരം വേണമല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നിങ്ങൾ അൽഹംദുലില്ലാ പറഞ്ഞു പഠിക്കണേ. എത്ര വലിയ പ്രയാസം വന്നാലും പറഞ്ഞു പഠിക്കണം. അത് വല്ലാത്ത ഒരു ഗുണമാടോ, അത് വല്ലാത്ത ഒരു ഗുണമാടോ. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കൂ. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിച്ചു നോക്കണം സഹോദരാ. ഉർവ തങ്ങളുടെ കാലിന്റെ ഒരു വിരൽ പഴുക്കുകയാണ്. ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിന്റെ ഒരു വിരലിന് വല്ലാത്ത വേദനയാണ്. വൈദ്യന്മാരെ കാണിച്ചപ്പോ അവര് പറഞ്ഞു, തങ്ങളെ
ഈ വിരല് മുറിച്ചു മാറ്റണം തങ്ങള്, പഴുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് വിരല് മുറിച്ചു മാറ്റണം തങ്ങള്. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല. പടച്ച റബ്ബേ, കാലിന്റെ വേദന കൂടുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു, കാലിന്റെ വേദന കൂടിയപ്പോ നടക്കാൻ കഴിയാതെ വന്നപ്പോ മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു വൈദ്യന്മാരെ രണ്ടാമതും കാണിക്കുകയാ. അവര് പറഞ്ഞു, തങ്ങള് കാലിലേക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അവിടുന്ന് പഴുപ്പ് വ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കാൽപ്പത്തി മുറിച്ച് മാറ്റണം തങ്ങള്. നേരത്തെ വിരല് മുറിച്ചാ മതിയായിരുന്നു, ഇപ്പൊ കാൽപ്പത്തി തന്നെ മുറിച്ചു മാറ്റേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നതെന്നനുസരിക്കൂ. അങ്ങനെ മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു തന്റെ കാല് മുറിക്കുന്നതിന് വേണ്ടി സമ്മതിക്കുകയാണ്. വൈദ്യന്മാര് തയ്യാറാവുകയാ. കാല് മുറിക്കാനുള്ള തയ്യാറെടുപ്പോടെ മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് അവര് ലഹരി കൊണ്ടുവന്ന് കൊടുക്കുകയാണ്, കള്ള് കൊണ്ടുവന്ന് കൊടുക്കുകയാ. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഇത് കുടിക്കണം തങ്ങളെ, ഇത് കുടിക്കണം തങ്ങള്. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ കുടിക്കൂല. എന്തിനാണിത് കുടിക്കുന്നത്? തങ്ങളെ, കാല് മുറിച്ചു മാറ്റുന്നതിന് വല്ലാത്ത വേദനയാ, താങ്ങാൻ കഴിയാത്ത വേദനയാ. അതുകൊണ്ട് ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഒരൽപ്പം ക്ഷമ കിട്ടുമല്ലോ, ഒരു സമാധാനം കിട്ടുമല്ലോ, വേദന കുറച്ചറിയാതിരിക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് കുടിക്കണമെന്ന് ഉർവ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോ ഉർവതങ്ങൾ പറഞ്ഞു, കള്ളില് ശിഫയില്ല, എന്തു വന്നാലും ഞാൻ കുടിക്കൂല. വൈദ്യന്മാർക്ക് വല്ലാത്ത സങ്കടമായി. എങ്ങനെയാണ് പച്ചയായ ഒരു മനുഷ്യന്റെ കാല് വെട്ടിമുറിക്കുന്നത്? എങ്ങനെയാണ്? അവർ വല്ലാത്ത സങ്കടത്തിലായി. അവസാനം ഉർവ റളിയല്ലാഹു തആല അൻഹു വൈദ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചു മാറ്റിയാ പോരേ? അതിന് ഞാൻ തന്നെ ഒരു വഴി പറഞ്ഞു തരാം. എന്താണ് പറഞ്ഞു കൊടുത്ത വഴി എന്തെന്നറിയുമോ? ഞാൻ ഒളുവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കാം. ഞാൻ ഒളുവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കാം. ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചെന്ന് മനസ്സിലായ പറ്റുമെങ്കിൽ നിങ്ങൾ എൻ്റെ കാല് മുറിച്ച് മാറ്റിക്കോ. ഉർവതങ്ങൾ അവിടെന്ന് പറയുകയാ. എന്നിട്ട് അവിടുന്ന് ഒളുവെടുക്കുകയാണ്. ഉർവതങ്ങൾ അവിടുന്ന് ഒളുവെടുക്കുകയാണ്. പടച്ചവനെ, നമസ്കാരത്തിന് വേണ്ടി നിസ്കാരപ്പായിലേക്ക് കടന്നു വന്നു. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു നിയ്യത്ത് ചെയ്ത് കൈകെട്ടുകയാണ്. നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചടോ. അവിടുന്ന് ഫാത്തിഹ ഓതുകയാണ്. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു സൂറത്തുൽ മുസമ്മിലാണ് പാരായണം ചെയ്യുന്നത്. യാ അയ്യുഹൽ മുസമ്മിൽ ഖും الليل إلا قليلا نصفه أو انقص منه قليلا. സൂറത്തുൽ മുസമ്മിൽ ഓതികെട്ടവിടുന്ന് പാരായണം ചെയ്യുകയാണ്. നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു എന്ന് മനസ്സിലായപ്പോ വൈദ്യന്മാർ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാല് മുറിക്കാൻ തീരുമാനിച്ചടോ. ഏതെങ്കിലും ഒരു സിനിമയുടെ കഥയല്ലടാ ചെറുപ്പക്കാരാ പറയുന്നത്. ആർക്ക് വേണമെങ്കിലും ഉർവതങ്ങളുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കാം. നമസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കാലുണ്ടല്ലോ, വൈദ്യന്മാര് മുറിച്ചു മാറ്റുകയാ. അവിടുന്ന് ഒരു കാലങ്ങ് മുറിച്ചു മാറ്റിയടോ. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹു അനങ്ങുന്നില്ല. ഒരു കാല് വെട്ടി മുറിച്ചിട്ട് അറിഞ്ഞില്ലടാ ചെറുപ്പക്കാരാ. പടച്ചവനെ, നിസ്കാരത്തിലാണല്ലോ, അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുകയാണല്ലോ, ഒറ്റക്കാലിൽ നിന്ന് നിസ്കരിക്കുകയാണ്. തന്റെ മുറിച്ച കാലിൽ നിന്ന് പൈപ്പ് പൊട്ടിയിട്ട് വെള്ളമൊഴുകുന്നത് പോലെ ഉർവതങ്ങളുടെ കാലിലൂടെ രക്തമൊഴുകുകയാ. എന്ത് ചെയ്തിട്ടും പടച്ചവനെ ബ്ലഡ് നിൽക്കുന്നില്ല. അവസാനം വൈദ്യന്മാരെന്ത് ചെയ്തെന്നറിയുമോ? സൈത്തെണ്ണ തിളപ്പിക്കുകയാ. പെട്ടെന്ന് ബ്ലഡ് നിൽക്കാനുള്ള വഴിയാണ് സൈത്തെണ്ണ തിളപ്പിച്ചിട്ടാ കാലിലങ്ങ് മുക്കുന്നത്. പടച്ചവനെ, സൈത്തെണ്ണ തിളപ്പിച്ചു കൊണ്ടുവന്ന് അതാ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിച്ച കാലുണ്ടല്ലോ,
ആ കാലിലേക്ക് അങ്ങ് മുക്കുകയാ. പടച്ച റബ്ബേ, ഉർവതങ്ങളെപ്പോഴും നമസ്കാരത്തിലോ തിളച്ച എണ്ണ മുക്കിയിട്ട് പോലും ഉർവ റളിയല്ലാഹു തആല അൻഹു അറിയുന്നില്ല. കാരണം ഓതുന്ന ആയത്തേതെന്നറിയുമോ? ഉർവതങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചൊരായത്തോതുകയാണ്. ഏതായത്താ ഓതുന്നതെന്നറിയുമോ? ഇന്നലദൈനാ അൻകാലം വജഹീമാ. അല്ലാഹുവിന്റെ ഭയാനകമായ നരകമുണ്ടല്ലോ, ആ നരകത്തെ കുറിച്ച് പറയുന്ന ആയത്താണ് ഇന്നലദൈനാ അൻകാലം വജഹീമാ. ഈ ആയത്തിങ്ങനെ ആവർത്തിച്ച് പാരായണം ചെയ്യുകയാ. അവസാനം പടച്ചവന് ഉർവതങ്ങൾ അവിടുന്ന് തളർന്ന് താഴെ വീഴുകയാണ്. ബോധം നഷ്ടപ്പെട്ടു പോയി. പടച്ചവരെ കാലിലേക്ക് മരുന്ന് വെച്ച് കെട്ടി. വൈദ്യന്മാരെല്ലാവരും സങ്കടത്തിലാണ്. ഉർവതങ്ങൾക്ക് ബോധം വരുമ്പോ കാല് മുറിച്ചു മാറ്റി എന്ന് പറഞ്ഞ സങ്കടം വരുമല്ലോ. അല്ലാ, എങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വൈദ്യന്മാര് സങ്കടത്തോടെ നിൽക്കുമ്പോ ഉർവതങ്ങളുടെ കുടുംബക്കാരൻ ഓടി വരികയാണ്. എവിടെ ഉർവതങ്ങൾ വിട്, എവിടെ ഉർവതങ്ങൾ വിട് എന്ന് ചോദിച്ചുകൊണ്ടൊരു കുടുംബക്കാരൻ ഓടി വരികയാണ്. വൈദ്യന്മാര് ചോദിച്ചു, എന്തിനാ തിരയുന്നത്? അവിടെ നിന്ന് പറയുകയാ, ഉർവതങ്ങളുടെ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, ഉർവതങ്ങളുടെ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, പടച്ചവനെ ഒട്ടകത്തിന്റെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു പോയി. തന്റെ പൊന്നാര മകന്റെ മരണവാർത്തയുമായിട്ടാണ് കടന്നു വരുന്നത്. കാല് മുറിച്ച് കിടക്കുന്ന മനുഷ്യനാണ്. ആ കാല് മുറിച്ചത് പോലും അറിഞ്ഞിട്ടില്ല. അപ്പോഴാണ് മകന്റെ മരണവാർത്ത വരുന്നത്. വല്ലാത്ത സങ്കടമായിടോ. അവസാനം ഉർവ റളിയല്ലാഹു തആല അൻഹുവിന് ബോധം തിരിച്ചു വന്നു. വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ കാല് മുറിച്ചു മാറ്റി തങ്ങളെ. നിങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ അവിടത്തെ കാല് മുറിച്ചു മാറ്റി എന്ന് പറയുമ്പോ ഉർവതങ്ങൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹ് അൽഹംദുലില്ലാഹ്. അവിടെന്ന് പറഞ്ഞു, തങ്ങള് ഏറ്റവും ചെറിയ മകനവിടെന്ന് മരണപ്പെട്ടു പോയി തങ്ങള്. അപ്പോഴും ഉർവതങ്ങൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹ് അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും വല്ലാത്ത അത്ഭുതമായല്ലോ, എല്ലാവർക്കും വല്ലാത്ത അത്ഭുതമായി. എന്തേ തങ്ങളെ അൽഹംദുലില്ലാഹ് പറയുന്നത്? ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹു രണ്ട് കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ തിരിച്ചെടുത്തുള്ളൂ. രണ്ട് കാലുമില്ലാത്ത ആയിരക്കണക്കിന് പേര് ഭൂമിയിലുണ്ടല്ലോ. നടക്കാൻ കഴിയാതെ ഇടഞ്ഞ് നടക്കുന്നവരുണ്ടല്ലോ. അല്ലാഹു എനിക്ക് ഒരു കാലെങ്കിലും ബാക്കി വെച്ചല്ലോ. അൽഹംദുലില്ലാഹ്. മഹാനായ ഉർവതങ്ങൾ പറയുകയാണ്, 7 മക്കളെ തന്നിട്ട് ഒരെണ്ണത്തെയല്ലേ അല്ലാഹു തിരിച്ചെടുത്തുള്ളൂ. എന്റെ ഒരു മോനെയല്ലേ അല്ലാഹു തിരിച്ചെടുത്തുള്ളൂ. ബാക്കി മക്കൾ അല്ലാഹു ജീവനോടെ തന്നല്ലോ. അൽഹംദുലില്ലാഹ്. ഉർവതങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്. പിന്നെ നോക്കുമ്പോ ഒറ്റയ്ക്കിരുന്ന് കരയുകയാണ്. വല്ലാതെ സങ്കടത്തോടെ കരയുകയാണ്. എന്തിനാണ് തങ്ങളെ കരയുന്നതെന്ന് ചോദിച്ചപ്പോ, ചെറുപ്പക്കാരാ കേൾക്കണേ പൊന്നുമോനെ, എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇനി പഴയതുപോലെ അള്ളാഹിനോട് നന്ദി കാണിക്കാൻ പറ്റില്ലല്ലോ. ഇനി ഒരുപാട് നേരം എനിക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. അല്ലാ, ഇനി
ഇനി പഴയതുപോലെ ഒരുപാട് നന്ദി ചെയ്യാൻ കഴിയില്ലല്ലോ അല്ലാ. ആ സങ്കടം കൊണ്ടാണ് കരഞ്ഞു പോയതെന്ന് പറയുമ്പോ അല്ലാഹു കാല് തന്നു, കയ്യ് തന്നു, കണ്ണ് തന്നു, എല്ലാം തന്നിട്ടും അല്ലാഹനെ മറന്നു നടക്കുന്നവരാണ് നമ്മളിൽ പലരും. പടച്ചവര് നമ്മൾ നന്ദിയില്ലാത്തവരായി പോകുന്നടോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം, ആ നൂഹ് നബിയുടെ ചരിത്രം പറയുമ്പോ അല്ലാഹു പറയുന്നു, ഇന്നഹു കാന അബ്ദൻ ശകൂറാ. ആ പ്രവാചകൻ ഒരു നന്ദിയുള്ള പ്രവാചകനാണെന്ന് അല്ലാഹു പരിചയപ്പെടുത്തുമ്പോ ആ പ്രവാചകന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്തെന്നറിയുമോ? ആ പ്രവാചകൻ എന്തു ചെയ്താലും പറയുമായിരുന്നു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ ആ ഒരു നല്ല സ്വഭാവം ഞങ്ങൾക്കും നൽകണേ അല്ലാ. ആ നല്ല ഒരു ഗുണം ഞങ്ങൾക്കും നൽകണേ അല്ലാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നന്ദിയുള്ള അടിമയെന്ന് പരിചയപ്പെടുത്തിയ രണ്ടാമത്തെ പ്രവാചകനാരാ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, ഇബ്രാഹിം നന്ദിയുള്ള അടിമയാണ്, ഇബ്രാഹിം നന്ദിയുള്ള അടിമയാണ്. ആ ഇബ്രാഹിം നബിയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കടോ. ആ ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു ഗുണപാഠം എന്തെന്നറിയുമോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. റബ്ബേ, ഭക്ഷണം കൊടുക്കുന്നതിന് വല്ലാതെ ഇഷ്ടപ്പെട്ട പ്രവാചകനാ. ഭക്ഷണം കൊടുക്കാൻ വല്ലാത്ത ആഗ്രഹമായിരുന്നു. ഇബ്രാഹിം നബി ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. ഇബ്രാഹിം നബി ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. പടച്ചവനെ, ഭക്ഷണം കഴിക്കാൻ സമയമായാൽ ഇബ്രാഹിം നബിയുടെ ചരിത്രം പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇബ്രാഹിം നന്ദിയുള്ള അടിമയാ. ആ ഇബ്രാഹിം നബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ ഇബ്രാഹിം നബിയുടെ ഒരു പ്രത്യേകത, ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കൂല. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലും ഉസ്താദന്മാർക്കും മുതഅല്ലിമീങ്ങൾക്കും തങ്ങന്മാർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ വലിയ മനസ്സുള്ള ഒരുപാട് പേരുണ്ട്. അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എന്നാൽ നമ്മുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, വീട്ടിൽ വിരുന്നുകാരൻ വന്നു, നീ ഭക്ഷണം കഴിക്കാൻ സമയമാകുമ്പോൾ നീ പോയി ചോദിക്കും വല്ലതും വേണോ എന്ന്. അങ്ങോട്ട് പോയി ചോദിക്കും, ഭക്ഷണം വല്ലതും വേണോ എന്ന് അങ്ങോട്ട് ചോദിക്കും. വീട്ടിൽ വന്ന ഒരാളും തായ് എന്ന് പറയില്ല. സത്യത്തിൽ ഭക്ഷണം എടുത്തു വെച്ചിട്ട് വാ കഴിക്കാൻ വാ എന്ന് പറഞ്ഞ് വിളിക്കണം. നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നവരാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രത്യേകത, ഭക്ഷണം കഴിക്കാൻ സമയമാകുമ്പോൾ ഇറങ്ങി നടക്കും, പാവങ്ങളെ തെരഞ്ഞ്. ഒരിക്കലെങ്കിലും ഇറങ്ങി നടന്നു. ഒരിക്കൽ ഇങ്ങനെ നോക്കി നടന്നു, ആരെയും കിട്ടിയില്ല. നോക്കിയപ്പോൾ വഴിയിലൊരു ചങ്ങാതി കണ്ടു. ഭക്ഷണം തരാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭക്ഷണം എടുത്തു വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ബിസ്മി പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഈ ചങ്ങാതി ബിസ്മി ഒന്നും പറഞ്ഞില്ല, വാരി തിന്നാൻ തുടങ്ങി. അപ്പോൾ ഇബ്രാഹിം നബി ചോദിച്ചു, നീ എന്താ ബിസ്മി പറയാത്തെ? അപ്പോൾ ആ ചങ്ങാതി ചോദിച്ചു, ബിസ്മീൻ എന്ന് പറഞ്ഞാൽ എന്താന്ന്? ആ ചങ്ങാതി മുസ്ലിം ആയിരുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പെട്ടെന്ന് ദേഷ്യം വന്നു. മുസ്ലിം അല്ലേ? അവിടെ നിന്ന് ഇറക്കി വിട്ടു ആ മനുഷ്യനെ. അയാൾ വളരെ സങ്കടത്തോടു കൂടി ഇറങ്ങിപ്പോയി. ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ വല്ലാത്ത സങ്കടത്തിൽ ഇറങ്ങിപ്പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഇബ്രാഹിം, ആ മനുഷ്യൻ ഇത്രയും കാലം ഭക്ഷണം കൊടുത്തതാരാ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചോനെ, നീയാ കൊടുത്തേ. ഓൻ എന്നെ വിശ്വാസമില്ലാത്തവനാണെന്ന് എനിക്കറിയാം. എന്നിട്ട് ഞാൻ അവൻ ഇത്രയും കാലം ഭക്ഷണം കൊടുത്തു. ഒരു നേരം നിനക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു വഴക്കു പറഞ്ഞു. ഇബ്രാഹിം നബി ഇറങ്ങി ഓടാൻ തുടങ്ങി. ആ ഇറങ്ങിപ്പോയ മനുഷ്യനെ തേടിയിട്ട് ഇബ്രാഹിം നബി പുറകെ പോയി. അയാൾ വിചാരിച്ചു ഉപദ്രവിക്കാൻ വരാന്ന്. അയാളോടെ ഇബ്രാഹിം നബി കൂടെ ഓടി. അവസാനം ഓടിച്ചെന്ന മനുഷ്യന്റെ കൈപിടിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാതെ ഇന്ന് നിന്നെ ഞാൻ വിടൂല. അയാൾ ചോദിച്ചു, നിങ്ങൾ എന്നെ കളിയാക്കുന്നോ? നിങ്ങൾ എന്നെ ഇറക്കിവിട്ടെ, നിങ്ങളല്ലേ ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് എന്നെ ഇറക്കിവിട്ടെ, പിന്നെ എന്താ ഇപ്പോൾ പ്രത്യേകിച്ച്? ഇബ്രാഹിം നബിയുടെ കണ്ണ് നിറയാൻ തുടങ്ങി. ഇബ്രാഹിം നബി പറഞ്ഞു, എൻ്റെ വീട്ടിൽ വന്ന് കഴിക്കാതെ ഞാൻ നിങ്ങളെ വിടൂല. അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, എന്തു പറ്റി നിങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് മനസ്സു മാറാൻ? അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്, എൻ്റെ റബ്ബെന്നെ വഴക്കു പറഞ്ഞു. ഭക്ഷണത്തിൻ്റെ മുമ്പിൽ നിന്ന് ഒരു വിശ്വാസിയല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങളെ ഇറക്കി വിട്ടതിൻ്റെ പേരിൽ എൻ്റെ റബ്ബെന്നെ വഴക്കു പറഞ്ഞു.
ആ മനുഷ്യൻ ചോദിച്ചു, ഒരു വിശ്വാസിയല്ലാത്ത എൻ്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോൾ നിങ്ങളുടെ റബ്ബ് എന്നെ നിങ്ങൾ വഴക്ക് പറഞ്ഞെങ്കിൽ ആ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഒരു സ്വഭാവ ഗുണമാണ്. ഒരിക്കലിങ്ങനെ തെരഞ്ഞു നടന്നു. ഭക്ഷണം എടുത്തു വെച്ചിട്ട് ഒരാളെ കിട്ടാതെ വന്നപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. പടച്ചവനെ ഉച്ച കഴിഞ്ഞോ വൈകുന്നേര സമയമായിട്ടും ആളെ കിട്ടാതെ വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇരുന്ന് കരയുകയാ. ഇബ്രാഹിം നബി ഇരുന്ന് കരയുകയാണ്. ഭക്ഷണം കഴിക്കാൻ ഒരാളെ കിട്ടാതെ വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സങ്കടത്തോടെ കരയുന്നത് കണ്ടപ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു, പടച്ച റബ്ബേ ഞങ്ങൾ പോകട്ടെ അല്ലാ, ഞങ്ങൾ മനുഷ്യന്റെ രൂപത്തിൽ പോകട്ടെ അല്ലാ. മലക്കുകൾക്ക് പോലും ആ രംഗം കണ്ടിട്ട് സങ്കടം വന്നടോ. അങ്ങനെ അള്ളാഹുവിനോട് മലക്കുകൾ അനുവാദം ചോദിച്ചിട്ട് മനുഷ്യന്റെ രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഇബ്രാഹിം നബി അവരെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ്. ഇബ്രാഹിം നബി അവരെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ്. ആ സമയത്ത് അവർ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഞങ്ങൾക്ക് കുഷ്ഠരോഗമാണ്, ഞങ്ങളുടെ കൂടെ ആരെങ്കിലും ഇരുന്ന് ഭക്ഷണം കഴിക്കുമോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അൽഹംദുലില്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് എത്രയും വലിയ ഒരു പരീക്ഷണം തരണമെങ്കിൽ, അല്ലാഹുവേ കുഷ്ഠരോഗമെന്ന് പറയുന്ന ഒരു രോഗം അല്ലാഹു നിങ്ങൾക്ക് തരണമെങ്കിൽ അത്രത്തോളം അല്ലാഹുവിന് നിങ്ങളെ ഇഷ്ടമായത് കൊണ്ടല്ലേ, അല്ലാഹുവിന് അത്രത്തോളം നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ അല്ലാഹു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വലിയ പരീക്ഷണം തന്നത്. നിങ്ങളുടെ കൂടെ ഇരുന്ന് വേണം കഴിക്കാൻ, വയത് കേൾക്കാമെന്നവരെ അല്ലാഹു സങ്കടം തരുന്നത് വെറുപ്പുള്ളത് കൊണ്ടല്ല, നിന്നോട് വൈരാഗ്യമുള്ളത് കൊണ്ടല്ല. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു ഒരുപാട് പരീക്ഷണങ്ങൾ തരുമടോ, അല്ലാഹു ഒരുപാട് വേദനിപ്പിക്കുമടോ. അത് മനസ്സിലാക്കാൻ കഴിയണം സഹോദരാ. അല്ലാഹു സങ്കടം തരുന്നത്, നിനക്ക് ദുഃഖം തരുന്നത്, നിനക്ക് രോഗം തരുന്നത്, നിനക്ക് കടം തരുന്നത്, അല്ലാഹു പ്രയാസങ്ങൾ തരുന്നത് എന്തിനെന്നറിയോ? വെറുപ്പായത് കൊണ്ടല്ല ഉമ്മ, വല്ലാത്ത സ്നേഹം കൂടിയത് കൊണ്ടാ. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രത്യേകത എന്താ? ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കൂല, ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കൂല. അതുകൊണ്ട് പടച്ചവരെ ആ ഗുണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമടോ. ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ, അതാ മുതഅല്ലിമീങ്ങൾക്ക്, ഉസ്താദന്മാർക്ക് പടച്ചവനെ ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത പാവങ്ങളുണ്ടല്ലോ, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താ വല്ലാത്ത പ്രതിഫലമാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അത് നിസാരമായി കാണരുതടോ. വിശക്കുന്നവന് ഭക്ഷണം കൊടുത്താ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് നിനക്കറിയാതട്ടാ. പടച്ചവനെ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാറ്, ഉസ്താദന്മാർക്ക് ഭക്ഷണം കൊടുക്കാറ് വല്ലാതെ മടി കാണിക്കുന്ന പലരുമുണ്ടടോ. പെങ്ങളെ നിനക്കതിന്റെ പ്രതിഫലത്തെ കുറിച്ച് അറിയാതട്ടാ. വിശക്കുന്നവന് ഭക്ഷണം കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? പണ്ടത്തെ പ്രായമുള്ള ഉപ്പമാര് മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാറ് അവർക്ക് വല്ലാത്ത ഉത്സാഹമായിരുന്നു. അവര് പടച്ചവനെ പള്ളി ദറസിൽ പഠിക്കുന്ന മുതഅല്ലിമിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാ. ഞാൻ ഭക്ഷണം കൊടുക്കാം, എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആ മക്കളെ വിളിച്ചു കൊണ്ടുപോകുന്ന ഒരുപാട് ഉപ്പമാരുണ്ട്, ഒരുപാട് ഉമ്മമാരുണ്ട്. അവർക്കറിയാം അതിൻ്റെ പ്രതിഫലം എന്തെന്ന്. എന്താണ് പ്രതിഫലമെന്നറിയുമോ? വിശക്കുന്നവന് ഭക്ഷണം കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യും, പടച്ചവന് എനിക്ക് നീ സ്വർഗ്ഗം തരണേ അല്ലാ. നമ്മൾ അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കുന്നവരാ. എപ്പോ ദുആ ചെയ്താൽ, നിസ്കാരം കഴിഞ്ഞിട്ടാണെങ്കിലും, ഖുർആൻ ഓതിയിട്ടാണെങ്കിലും, സദക്ക കൊടുത്തിട്ടാണെങ്കിലും, മരണ വീട്ടിലാണെങ്കിലും, കല്യാണം
കല്യാണ വീട്ടിലാണെങ്കിലും വഅദ് പറയുന്ന മജ്ലിസിലാണെങ്കിലും എപ്പോഴും അല്ലാഹുവിനോട് എന്ത് ചോദിക്കാൻ മറന്നു പോയാൽ സ്വർഗം തരണേ സ്വർഗം തരണേ സ്വർഗം തരണേ എന്ന് ചോദിക്കാൻ മറക്കാറില്ലല്ലോ. റമളാനിന്റെ 30 ദിനങ്ങളിൽ എപ്പോൾ ദുആ ചെയ്താലും അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, അപ്പോഴും സ്വർഗം കിട്ടാൻ ദുആ ചെയ്യുന്നവരല്ലോ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവര്, നമ്മളെല്ലാവരും അല്ലാഹുവിനോട് സ്വർഗം തരണേ എന്ന് ദുആ ചെയ്യുമ്പോ ആ സ്വർഗം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. നമ്മുടെ സ്വർഗം കിട്ടാൻ ദുആ ചെയ്യുമ്പോ സ്വർഗം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. അല്ലാഹ് 4 വിഭാഗം ആൾക്കാർ എനിക്ക് തരണേ അല്ലാഹ്. ആരാ ദുആ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. ചെറുപ്പക്കാരാ, നീ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ. മോനെ 33 വയസ്സാടാ. വിശ്വാസമുണ്ടെങ്കിലും വിശ്വാസമില്ലെങ്കിലും എൻ്റെ ചെറുപ്പക്കാരോട് പറയുന്നു, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ എല്ലാവർക്കും 33 വയസ്സാ. പടച്ചവനെ, അവിടെ പ്രായമുള്ളവരില്ല, കുട്ടികളില്ല, എല്ലാവർക്കും 33 വയസ്സാണ്. ആണിനും പെണ്ണിനും 33 വയസ്സാണ്. അവിടെ കറുത്തവരില്ല, വെളുത്തവരില്ല, വെളുപ്പ് കൂടിയവരില്ല, ഇരുനിറമുള്ളവരില്ല. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ എല്ലാവർക്കും ഒരേ ഒരു ഗ്ലാമറാ. ആരുടെ സൗന്ദര്യമെന്നറിയുമോ? ഈജിപ്തിലെ പെണ്ണുങ്ങൾ കൊട്ടാരത്തിലിരിക്കുമ്പോ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നു പോകുമ്പോ ആ യൂസുഫിന്റെ ഗ്ലാമർ കണ്ടിട്ട് കയ്യിലിരുന്ന കത്തി കൊണ്ട് അറിയാതെ കൈവിരൽ പോലും മുറിച്ചു പോയെന്ന് പറയുന്ന ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യമാ. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോകുന്നവർക്ക് എല്ലാവർക്കും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യമെന്നാണ്. അവിടെയാണ് മോനെ അല്ലാഹു അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. അവിടെ പാലരുവികളും തേനരുവികളും ഒഴുകുകയാണ്. അവിടെ കഷ്ടപ്പാടില്ല, ദുരിതമില്ല, പ്രയാസമില്ല, ദാരിദ്ര്യമില്ല, പട്ടിണിയില്ല. അവിടെ വഅദ് കേൾക്കണ്ട, വഅദ് പറയണ്ട, നിസ്കരിക്കണ്ട, നോമ്പ് പിടിക്കണ്ട, അവിടെ ദിക്ർ പറയണ്ട. എന്ത് വേണമെങ്കിലും തിന്നാം, എന്ത് വേണമെങ്കിലും കുടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്തിനാണിത് ചെയ്തതെന്ന് ചോദിക്കാൻ പോലും ഒരാളില്ല. പടച്ചവനെ, അവിടെ ആസ്വാദനമാണല്ലോ, അവിടെ അടിച്ചുപൊളിയാണല്ലോ. നിനക്ക് വേണ്ടതെല്ലാം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടുപാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കും നീയൊരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. എല്ലാം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് സ്വർഗമാവോരെ. ആ സ്വർഗം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. പടച്ചവരെ, പടച്ചവരെ, 4 വിഭാഗത്തെ എനിക്ക് തരണേ അല്ലാ. 4 വിഭാഗം ആൾക്കാർക്ക് എന്നെ തന്നെ കൊടുക്കണേ അല്ലാ എന്ന് സ്വർഗം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. ആ ദുആ ചെയ്യുന്ന സ്വർഗം കാത്തിരിക്കുന്ന 4 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുമോ? മുതഇമുൽ ജിയാർ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവനോ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവനോ, തന്റെ മുമ്പിൽ വരുന്നവന് വെറും കൈയോടെ മടക്കാത്തവനോ. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രത്യേകതയാണ്. ഇബ്രാഹിം നബി അല്ലാഹുവിന്റെ ഖലീലാണ്. അല്ലാഹുവേ, ആ മനസ്സു നൽകണേ അല്ലാ. പടച്ച റബ്ബേ, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാക്കണേ അല്ലാ. റഹ്മാനായ അല്ലാ, മരിക്കുന്ന കാലം വരെ
ഒരാളുടെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. പടച്ചവനെ, സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയോ, നിങ്ങളുടെ ഒരാളുടെയും 5 നയാ പൈസ അല്ലാഹുവിന് ആവശ്യമില്ല. നമ്മളുടെ ഒരാളുടെയും 5 നയാ പൈസ അല്ലാഹുവിന് ആവശ്യമില്ല. ആവശ്യക്കാര് നമ്മൾ തന്നെയാണ്, ആവശ്യക്കാര് നമ്മൾ തന്നെയാണ്. നബി തങ്ങൾ പറഞ്ഞല്ലോ, അസ്സദഖതു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബക്കറ്റില്ലേ ഇപ്പൊ? സംഘാടകരൊന്നും ഇല്ല, ബക്കറ്റില്ലേ? ഉണ്ടോ? അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സദഖതു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. മാരകമായ രോഗങ്ങള്, അറുത്തുമുറിക്കുന്ന രോഗങ്ങള്, അപകടങ്ങളെ തൊട്ട് കാക്കുമെന്നാണ്. അതുകൊണ്ട് സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയോ. സഹോദരാ, എത്രയോ അപകടങ്ങൾ കാണുന്നവരാണ്, എത്രയെത്ര അപകടങ്ങൾ കണ്ണിന്റെ മുമ്പിൽ കാണുന്നവരാണ്. പടച്ചവനെ, ദുരന്തങ്ങൾ കാണുന്നില്ലേ? മാരകമായ രോഗങ്ങള്. അതാ, ഒരു കുടുംബത്തിൽ ഇന്നൊരാൾക്ക് ക്യാൻസർ ഉണ്ടോ, കിഡ്നി രോഗികൾ വല്ലാതെ വർദ്ധിക്കുകയാണ്. പടച്ചവനെ, കേട്ടറിവ് പോലുമില്ലാത്ത രോഗങ്ങളാണ്. പടച്ചവരെ, ഇന്നലെയും പടച്ചവനെ, ഞാൻ ജോലി ചെയ്യുന്ന മഹല്ലില് ഒരു പിതാവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ, 4 വയസ്സുള്ള കുഞ്ഞിന്റെ കാലിൽ ഒരു ചെറിയ മുഴ കാണുകയാ. പടച്ചവരെ, ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസർ ആണ്. റബ്ബേ, ശിഫ കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് വഅദ കേൾക്കാമെന്നവരോട് പറയുകയാണ്, എടോ, ഏത് രോഗത്തെയും കരിച്ചു കളയാൻ സദഖയ്ക്ക് പവറുണ്ടോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നമ്മൾ പറയാറുണ്ട്, ഉസ്താദേ, ഒരുപാട് മരുന്ന് കഴിച്ചു, എന്നിട്ട് എന്റെ രോഗം മാറുന്നില്ല, എന്റെ വേദന മാറുന്നില്ല. ഉമ്മമാരേ, രോഗം മാറാൻ ഒരു മരുന്ന് നബി തങ്ങൾ പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്നൊരു മരുന്ന് പറഞ്ഞു തരികയാണ്. ഏതാണ് മരുന്നെന്നറിയുമോ? അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുന്നവരാണ്, അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുന്നവരാണ്. നിന്റെ മുമ്പിലേക്ക് ബക്കറ്റ് വരികയാണ്, ഇത് നിന്റെ ചികിത്സയാ സഹോദരാ. നീ കൊടുക്കുന്ന 10 രൂപ കൊണ്ട് മാരകമായ രോഗങ്ങൾ അല്ലാഹു കരിച്ചു കളഞ്ഞ, രക്ഷപ്പെടുത്തിയ പടച്ചവനെ, അത് വല്ലാത്ത ഒരു നല്ല കാര്യമാണല്ലോ. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കൂ. റബ്ബേ, സ്വീകരിക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്ന ഒരടിമയായിരുന്നു. ആ അടിമയുടെ ഏറ്റവും വലിയ ഒരു ഗുണമെന്തെന്നറിയുവോ? വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന പ്രവാചകരാ. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാമതായിട്ടൊരു കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു കുടുംബത്തെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാ, ആ കുടുംബം നന്ദിയുള്ള കുടുംബമാ. നബിതങ്ങളെ കുറിച്ച് പറഞ്ഞു, അല്ലാഹുവേ, നൂഹ് നബിയെ കുറിച്ച് പറഞ്ഞു, ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവനെ ഖുർആനിലതാ ഒരു പ്രവാചകനെ കുറിച്ച് പറയുകയാ. ആ പ്രവാചകനെ കുറിച്ച് പറയുമ്പോ, യഅ്മലു ആല ദാവൂദ ശുക്റാ, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കുടുംബമുണ്ടല്ലോ, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കുടുംബമുണ്ടല്ലോ, ആ കുടുംബം നന്ദിയുള്ള കുടുംബമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
ദാവൂദ് നബിയുടെ കുടുംബം നന്ദിയുള്ള കുടുംബമാ. എന്താണ് ദാവൂദ് നബിയുടെ കുടുംബത്തിന്റെ പ്രത്യേകത? എന്താ? സുലൈമാൻ നബി അലൈഹിസ്സലാം ആ കുടുംബമാണല്ലോ. പടച്ചവനെ, ആ കുടുംബത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ? ദാവൂദ് നബിയുടെ വീട്ടിലൊരു ടൈം ടേബിൾ ഉണ്ടോ? ദാവൂദ് നബിയുടെ വീട്ടിലൊരു നിയമമുണ്ടോ? എന്താണ് നിയമമെന്നറിയുമോ? ഓരോരുത്തർക്കും ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി സമയം ഇങ്ങനെ നിശ്ചയിച്ചു കൊടുത്തിരിക്കുകയാ. ദാവൂദ് നബിക്കൊരു സമയമാണ്, മകനായ സുലൈമാൻ നബിക്കൊരു സമയമാണ്, ഭാര്യയ്ക്കൊരു സമയമാണ്. ഓരോരുത്തർക്കും പടച്ചവനെ നീ ഇത്ര മണിക്കൂർ ഇബാദത്ത് ചെയ്യണം, നീ ഇത്ര മണിക്കൂർ ഇബാദത്ത് ചെയ്യണം. ഓരോരുത്തർക്കും അവിടെ നിങ്ങനെ സമയം വേർതിരിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ കുടുംബം നന്ദിയുള്ള കുടുംബമെന്ന് പറയാ കാരണമെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് എപ്പോ ഭൂമിയിലേക്ക് നോക്കിയാൽ സുലൈമാൻ നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം, ആ പ്രവാചകന്റെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാ. അല്ലാഹു എപ്പോ നോക്കിയാലും 24 മണിക്കൂറിൽ എപ്പോ അല്ലാഹു ഭൂമിയിലേക്ക് നോക്കിയാൽ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ ഇബാദത്ത് ചെയ്യുകയാ. പടച്ചവനെ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബിയുടെ കുടുംബത്തിന്റെ ചരിത്രം പറഞ്ഞപ്പോ അല്ലാഹു പറയുകയാ, ദാവൂദിന്റെ കുടുംബം നന്ദിയുള്ള കുടുംബമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായി പറയുന്ന വാഗ്ദാനം എന്തെന്നറിയോ? കേൾക്കണേ ചെറുപ്പക്കാരാ, ഉപ്പമാരോട് ഉമ്മമാരോട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് പറയുകയാ, ഇത് അല്ലാഹു ചെയ്ത വാഗ്ദാനമാ. വളർന്നു വരുന്ന യുവതലമുറ നല്ലതുപോലെ പഠിക്കണം മോനെ, നീ ഒരുപാട് മനസ്സിലാക്കണം മോനെ. അല്ലാഹു പറയുകയാണ്, ലഇൻ ശകർതും ലഅസീദന്നകും. അല്ലാഹു പറയുന്ന ഒന്നാമത്തെ കാര്യം, ഞാൻ നിനക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് നിഅമത്ത് നിനക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഈ ചെയ്തു തന്ന നിഅമത്തുകൾക്ക് നീ നന്ദി രേഖപ്പെടുത്തണം, നീ നന്ദിയുള്ളവനാകണം. നീ നന്ദിയുള്ളവനായാൽ നിനക്ക് വേണ്ടത് മുഴുവനും ഞാൻ വർദ്ധിപ്പിച്ചു തരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ എത്രത്തോളം നന്ദി കാണിക്കുന്നുണ്ടോ അത്രത്തോളം അല്ലാഹു വാരിത്തരും. ഒരു കുട്ടിയുടെ പാദസ്വരം നഷ്ടപ്പെട്ടിട്ടുണ്ട്, കിട്ടുന്നവർ ഉറൂസ് കമ്മിറ്റി ഓഫീസിൽ ഏൽപ്പിക്കുക. അല്ലാഹു അത് തിരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരാമീൻ പറ. ഒരു കുട്ടിയുടെ പാദസ്വരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അത് കിട്ടുന്നവർ കമ്മിറ്റി ഓഫീസിൽ എടുത്തു കൊടുക്കുക. അൽഹംദുലില്ലാഹ്. എല്ലാവരും എടുത്ത് സഹോദരിമാരുടെ ഭാഗത്തെ കൂടെ ആ ബക്കറ്റും കൊണ്ടുപോയി ചങ്ങായിമാർ ഓട്ട മത്സരം നടത്തിയ പോലെ തീർന്നോ? എത്രയും പെട്ടെന്ന് സ്പീഡ് കൂടുതലായിരുന്നോ? ബക്കറ്റ് പോയവരെയും കണ്ടില്ല. ശരി, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു തരുന്ന ഒന്നാമത്തെ വാഗ്ദാനം, അല്ലാഹു പറയുന്നു, നീ നന്ദി കാണിച്ചാൽ നിനക്ക് ഞാൻ വേണ്ടതൊക്കെ വാരി കോരി തരും. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1, 2, 12 മണിയായി. കറക്റ്റ് 12 മണി. ആച്ചി നോക്കിക്കേ, ആരുടെ ഇതിൻ്റെ ഉടമ ഇതെൻ്റെ അല്ല, അബറാരി ഉസ്താദിൻ്റെ ആണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, എന്തായാലും കളഞ്ഞു കിട്ടുന്ന സാധനം എടുക്കാൻ പാടില്ല. ഒരു സാധനം തറയിൽ കിടക്കുന്നുണ്ട്, എടുക്കാൻ പാടില്ല. എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, എടുത്ത നിയമങ്ങൾ വേറെയാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉസ്താദിൻ്റെ ആണ് എൻ്റെ അബറാരി. കുഴപ്പമില്ല. 12 മണിയായടോ. ഞാൻ 12 മണിക്ക് നിർത്താമെന്നല്ലേ പറഞ്ഞേ? നിങ്ങളെന്ത് ഇങ്ങനെ ഇരിക്കണേ? 12 മണിക്ക് നിർത്താമെന്ന് പറഞ്ഞല്ലേ? കറക്റ്റ് 12 മണിയായി. വാക്ക് പറഞ്ഞാൽ പാലിക്കണം, ഇല്ലെങ്കിൽ പുറത്താ. എവിടെ നിന്ന്? സ്വർഗത്തിൽ നിന്ന്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിർത്തണോ പറയണോ? 1 മണിക്കോ? ഉറങ്ങണ്ടേ? മുസാഫത്തൊന്നുമില്ല, അതൊക്കെ തങ്ങന്മാരിട്ടാ. ഞാൻ അത്തപ്പാടി എന്ത് മുസാഫത്ത്? മുസാഫകത്തൊക്കെ തങ്ങന്മാരുടെ കയ്യിൽ പിടിച്ച് മുസാഫത്തിക്കണം. നമ്മൾ മുത്താലിമീങ്ങൾ നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അല്ലാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ അല്ലാഹ് എന്താ പറഞ്ഞേ? നീ എത്രത്തോളം എനിക്ക് നിന്നോട് നന്ദി കാണിക്കുന്നുണ്ടോ ഞാൻ അത്രത്തോളം നിനക്ക് തരും എന്ന്. ചെറുപ്പക്കാർ പരീക്ഷയൊക്കെ പഠിക്കണ ചെറുപ്പക്കാരൊക്കെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ കുട്ടികളൊക്കെ പഠിക്കണം. തോറ്റു പോട്ടാ ചങ്ങായി, എന്തിനു വിഷമിക്കണേ? ഇവിടെ നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിച്ചാൽ
നിനക്ക് എന്താ വേണ്ടേ? നിനക്ക് വേണ്ടതൊക്കെ അള്ളാഹു തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ സ്വപ്നം കാണുന്നവരാ. നമ്മൾ അംബാനിയിലേക്കാണ് നോക്കുന്നത്, അദാനിയിലേക്കാണ് നോക്കുന്നത്, യൂസുഫ് അലിയിലേക്കാണ് നോക്കുന്നത്. എല്ലാവരും വലിയ വലിയ കാസർഗോഡത്തെ ഏറ്റവും വലിയ സമ്പന്നിലേക്കാണ് നോക്കുന്നത്. എടാ പൊന്നാര ചങ്ങാതി, അല്ല പറഞ്ഞ് ഇവരുടെ കയ്യിൽ എന്തോ ഉണ്ടെന്നാണ് നീ വിചാരിക്കണേ? എടാ ഇവരുടെ കയ്യിൽ എന്തോ ഉണ്ടെന്നാണ് നീ വിചാരിക്കണം? ഒന്നുമില്ലടാ ചങ്ങായി. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാത്തുൻ ത്വയ്യിബ. ഈ മഖാമിനകത്ത് കിടക്കുന്ന മഹാന്മാരൊക്കെ രാജാക്കന്മാർ ജീവിക്കണ പോലെ ജീവിച്ചവരാ. ഈ മഖാമിനകത്ത് കിടക്കുന്ന വലിയൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ ലോകത്തെ രാജാക്കന്മാർ ജീവിച്ചതുപോലെ ജീവിച്ചവരാ. അള്ളാഹു പറയുകയാ, നിനക്ക് രാജാക്കന്മാരെ പോലെ ജീവിക്കണം. നീ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് കിടക്കുന്ന പണക്കാരെ നോക്കിയിട്ട് നീ എന്തിനാ സ്വപ്നം കാണുന്നേ? അള്ളാഹു പറയുകയാ, ലോകത്ത് രാജാക്കന്മാർ ജീവിച്ചതുപോലെ നിനക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്താൽ മതി. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാത്തുൻ ത്വയ്യിബ. നല്ല കാര്യങ്ങൾ ചെയ്താൽ നിനക്ക് രാജാക്കന്മാരെ പോലെ ജീവിക്കാം. അള്ളാഹു നല്ല ജീവിതം തരുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ നമുക്ക് എന്താ വേണ്ടേ? എന്തിനാ നിങ്ങൾ ജീവിക്കണേ? ഞാനും നിങ്ങൾ എന്തിനാ കഷ്ടപ്പെടുന്ന? നേരം വെളുത്താൽ എഴുന്നേറ്റിട്ട് അങ്ങോട്ട് പോകും, രാവും പകലും ജോലിയാ. എന്തിന് ചോദിച്ചാൽ പറയും, ഉസ്താദെ ഭാര്യയെ നോക്കണ്ടേ, മക്കളെ നോക്കണ്ടേ, അവർക്ക് കഴിക്കാൻ ഭക്ഷണം കൊടുക്കണ്ടേ. ഇതാ നമ്മുടെ ബേജാറ്. നമ്മുടെ ബേജാർ എന്താ? ഭാര്യയ്ക്കും മക്കൾക്കും തിന്നാൻ കൊടുക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്നത്. അള്ളാഹുവെ, മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അള്ളാഹ്. അങ്ങനെ ഒരു അവസ്ഥ വരുത്തല്ലേ അള്ളാഹ്. എല്ലാവരും കഷ്ടപ്പെടുന്ന എന്തിനാ? കുടുംബത്തെ പോറ്റാനല്ലേ? ആണോ അല്ലേ? ആണോ അല്ലേ? തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും നിനക്കും തിന്നാൻ വേണ്ടിയല്ലേ ഞാനും നിങ്ങളും കഷ്ടപ്പെടുന്നേ? അതിന് നീ എന്തിനാ ഇങ്ങനെ ഉറക്കമൊഴിയണേ? നീ എന്തിനാ ഈ രാവും പകലും കിടന്ന് കഷ്ടപ്പെടുന്ന? എന്തിനാ നീ ഉറക്കമൊഴിയുന്ന? എന്തിനാ? നിനക്ക് തിന്നാൻ സമയമില്ല, കുടിക്കാൻ സമയമില്ല, നിസ്കരിക്കാൻ സമയമില്ല, പെണ്ണും പിള്ളയെ സ്നേഹിക്കാൻ സമയമില്ല, മക്കളെ പുറത്തു കൊണ്ടുപോകാൻ സമയമില്ല, നിനക്കൊന്നിനും സമയമില്ല. നീ രാവും പകലും കിടന്ന് ഇങ്ങനെ കാശുണ്ടാക്കുക, എന്നിട്ട് ഒന്നും തികയുന്നില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ല പറയുകയാ, നിനക്ക് ഭക്ഷണം മതിയോ? ചെറുപ്പക്കാരാ, നിനക്ക് ഭക്ഷണം മതിയോ? നീ കഷ്ടപ്പെട്ടാൽ എത്ര കാലം തിന്നും മോനെ? നീ എന്ത് ജോലി ചെയ്താലും എത്ര കാലം നീ ഉണ്ടാക്കി തിന്നും? അതിനകത്ത് ഹറാമ് കടന്നു വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്താൽ മരിക്കുന്നത് വരെ നിനക്ക് ഞാൻ ഭക്ഷണം തരാം. അല്ലാഹ് എന്താ പറഞ്ഞേ? ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്യ്, മരിക്കുന്നത് വരെ നിനക്ക് ഞാൻ ഭക്ഷണം തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അല്ല പറയുന്ന ഒറ്റ കാര്യം ചെയ്താൽ മരിക്കുന്നത് വരെ ആര് ഭക്ഷണം തരും? എന്താ പറയാ, ഒരു മടിയുള്ളത് പോലെ. ആര് തരും? അല്ല പറ്റിക്കോ? അല്ല പറ്റിക്കോ? അല്ല പറയുന്നു, മരിക്കുന്ന കാലം വരെ നിനക്കും നിൻ്റെ കുടുംബത്തിനും. എടോ, ഈ നാട്ടിൽ ഏത് വീട്ടിൽ തിന്നാനില്ലെങ്കിലും നിൻ്റെ വീട്ടിൽ തിന്നാനുണ്ടാകും. ഒരിക്കലും നിൻ്റെ ഭാര്യയും നിൻ്റെ മക്കളും പട്ടിണി കിടക്കേണ്ട അവസ്ഥ വരൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആ ഒരു കാര്യം ചെയ്യോ? ആ ഒരു കാര്യം ചെയ്യോ? നിങ്ങൾ വിചാരിക്കും ഞാൻ പിരിക്കാൻ പോവാന്നല്ല. പിരിക്കൊന്നും അല്ലടോ. ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുകുക. അല്ലാഹ് പറഞ്ഞതാ സൂറത്തു ത്വാഹ. സൂറത്തു ത്വാഹ അല്ലാഹു പറയുന്നു, വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുകുക. അല്ലാഹ് പറയുന്നു, 5 നേരം ഈ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നീയും നിൻ്റെ വീട്ടുകാരും നിസ്കരിച്ചാൽ മതി. മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? ഞാൻ പറഞ്ഞതാണെങ്കിൽ പറയാൻ കള്ളവാന്ന്. ഇത് അള്ളാഹ് പറഞ്ഞതാ. സൂറത്തു ത്വാഹ വീട്ടിൽ ചെന്നിട്ട് അവസാനത്തെ പേജ് എടുത്താൽ മതി. ഒരായത്ത് കാണാം. വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുകുക വൽ ആഖിബതു ലിത്തഖ്വ. അല്ലാഹു പറയുന്നു, ആരാണോ 5 വഖത്ത് നിസ്കരിക്കുന്നത് അവന് മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അല്ലാഹു കൊടുക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നീ നിസ്കാരം മുടക്കിയിട്ട് കച്ചവടം ചെയ്യും, അപ്പം തികയുമോ? നീ നിസ്കാരം മുടക്കുന്ന എന്തിനാ? കച്ചവടം ചെയ്തിട്ട്. ആ കച്ചവടത്തിന് വേണ്ടി നീ നിസ്കാരം മുടക്കും. എൻ്റെ സഹോദര, നിസ്കരിച്ചാൽ മതിയടോ, റബ്ബ് തരും ഭക്ഷണം. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ ചിന്തിച്ച് നോക്കിയേ, നമ്മൾ ചിന്തിക്കുക. ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, എടോ ഇപ്പം ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നില്ലേ? ഈ ഇരിക്കുന്നവരിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആളാരാ? നിങ്ങളെന്ത് ഇങ്ങനെ ഇരിക്കണേ? എടോ, ഈ ഇരിക്കുന്ന ആൾക്കാരിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ആരാ? അത് പറയാം. എത്ര മടിയെന്ത്? ആരാ കഴിക്കണേ?
ഉസ്താദന്മാർ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ആരാ? ഉസ്താദന്മാർ. ഏറ്റവും ചെറിയ ശമ്പളം ആർക്കാ? ഉസ്താദന്മാർക്ക്. അത് പറയാൻ എന്തൊരു ഉത്സാഹമല്ലേ, അത് പറയുമ്പോൾ എന്താ ഉത്സാഹം, അതൊക്കെ അറിയാം. അപ്പം ഏറ്റവും ചെറിയ ശമ്പളം വാങ്ങണത് ഉസ്താദാണെന്നറിയാം. ചോദിച്ചാൽ പറയും ബർക്കത്തുണ്ടല്ലോ ഉസ്താദ്, പിന്നെ ഭയങ്കര ബർക്കത്താ. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ഉസ്താദന്മാരാ. എന്തുകൊണ്ട്? നിങ്ങൾ ആര് നിസ്കരിക്കാൻ പള്ളിയിൽ പോയില്ലെങ്കിലും ഉസ്താദ് 5 വഖത്ത് പള്ളിയിലുണ്ടോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം? ഉണ്ടോ? പള്ളിയിലെ പ്രസിഡന്റ് 5 വഖത്തും പള്ളി വരാറുണ്ടോ? ഇവിടുത്തെ പ്രസിഡന്റ് ആരാന്ന് എനിക്കറിയില്ല, ഇനി ഇരുത്തി പറഞ്ഞെന്ന് വിചാരിക്കില്ല. ആരാ? അള്ളാഹു ആഫിയത്ത്. എനിക്കറിയാത്തുണ്ട്, അവർക്ക് അള്ളാഹു ആഫിയത്ത് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഇവിടെ കൊറോണ വന്നപ്പോൾ പോലും എന്താ പറഞ്ഞത്? ഉസ്താദന്മാർ പള്ളി നിസ്കരിച്ചോട്ടെ എന്നാ പറഞ്ഞേ. കൊറോണ വന്നപ്പോൾ പോലും എന്താ പറഞ്ഞത്? ഉസ്താദന്മാർ പള്ളി നിസ്കരിച്ചോട്ടെ. എടാ ഇത് മൊബൈൽ ആരുടെ? ഉസ്താദിൻ്റെയാ? ഇതാരുടെയാപ്പാ? വൈഫ് വിളിക്കുന്നുണ്ട്. എൻ്റെ അല്ല, എന്നാ വിളിച്ചോ. റസാഖിൻ്റെയാ? ആരോ വൈഫാ വിളിക്കണേ, എൻ്റെ അല്ല. കുടുംബം കിടക്കട്ടല്ലോ. ഇങ്ങോട്ട് നോക്കിക്കേ, കൊറോണ വന്നപ്പോൾ നിങ്ങളൊക്കെ കിറ്റും നോക്കിയിരുന്നില്ലേ? ഏത് ഉസ്താദാ കിറ്റും നോക്കിയിരുന്നേ? ഇല്ലടോ. ഉസ്താദ് 5 വഖത്ത് നിസ്കരിക്കുന്നുണ്ടായിരുന്നു. അള്ളാഹു പറഞ്ഞു, 5 വഖത്ത് നിസ്കരിക്കുന്നവന് അവനും അവൻ്റെ കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം റാസിക്കായ റബ്ബ് തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 2 നല്ല മരണവും അല്ലാഹ് തരും. എന്ത് തരും? നിസ്കരിക്കുന്നവൻ എന്ത് കിട്ടും? നല്ല മരണവും കിട്ടും. വാപ്പ നിൻ്റെ അടുത്ത് എന്താ പറയണേ? ഈ ചെറിയ കുട്ടികളോട് ഉമ്മ പറയുന്നു, എടാ പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുമെന്ന്. ഉമ്മ മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും വലിയ ഉപദേശം പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുമെന്ന്. അവൻ 10ാം ക്ലാസ്സിലായപ്പോഴേ കഞ്ചാവ് കച്ചവടം തുടങ്ങി. എന്തിനും? പണം ഉണ്ടാക്കാൻ. എടാ 10ാം ക്ലാസ്സിലും +1 പഠിക്കുന്ന മക്കള് ഇന്ന് രാത്രി മറ്റേതും കൊണ്ട് നടക്കുക, MDMO ആയിട്ട് നടക്കുക. എന്തിന്? ഉമ്മയാ പറഞ്ഞ പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. അവന് എളുപ്പ വഴിയിൽ പണം ഉണ്ടാക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവനാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന് ഞാൻ എൻ്റെ മൊബൈലിൽ ഒരു വീഡിയോ കണ്ടു. 3 വർഷമെങ്ങാണ്ട പള്ളിയിൽ ജോലി ചെയ്ത ഒരു ഉസ്താദ്, ആ പള്ളിയിൽ എങ്ങാണ്ടൊരു നായ ഉണ്ടായിരുന്നു അത്രേ. ആ നായ്ക്ക് തിന്നാൻ കൊടുക്കും. ഉസ്താദിനെ കണ്ടപ്പോൾ അത് വന്ന് അടുത്ത് വന്ന് നിൽക്കുക. ഒരു പള്ളിയിലെ ഉസ്താദ് 3 വർഷം ജോലി ചെയ്തപ്പോൾ ഒരു നായ്ക്ക് തിന്നാൻ ഭക്ഷണം കൊടുത്തു അത്രേ. എന്നിട്ട് ഉസ്താദ് കുറേ കാലങ്ങൾക്ക് ശേഷം പിന്നീട് വന്നപ്പോൾ അത് ഓടി വന്ന് അടുത്ത് നിൽക്കണു. നന്ദിയുള്ള ജീവിയാ അത്. പക്ഷെ നമ്മളോ അള്ളാനെ പുറംകാല് കൊണ്ട് ചവിട്ടുന്നവരാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.